എൻ്റെ ജീവിതത്തിലെ ദൈർഘ്യമേറിയ 10 മിനിറ്റുകൾ. അവൻ വീണ്ടും ശ്വസിച്ച നിമിഷം. എൻ്റെ ബ്രൂണോയ്ക്ക് 10 വയസ്സായിരുന്നു. അവൻ്റെ വലത് കണ്ണിന് താഴെ ഒരു ചെറിയ വളർച്ച കണ്ടെത്തി. ഡോക്ടർ പറഞ്ഞു ഭയക്കാനൊന്നുമില്ല, ഒരു ചെറിയ ശസ്ത്രക്രിയ മതി. പക്ഷേ ഒരു കാര്യം കർശനമായി പാലിക്കണം. ശസ്ത്രക്രിയയുടെ അന്ന് രാവിലെ അവന് ഭക്ഷണം കൊടുക്കരുത്. അത് ഞാൻ പാലിക്കാൻ തന്നെയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്. ശസ്ത്രക്രിയയുടെ അന്ന് രാവിലെ 6 മണിക്ക് സാധാരണ ദിവസം പോലെ ഞാൻ അവൻ്റെ പാത്രം നിറച്ചു. അവനത് കഴിക്കുകയും ചെയ്തു. 10 മണിക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോയപ്പോഴാണ് എൻ്റെ ഹൃദയം നിശ്ചലമായത്. ഞാൻ എന്താണ് ചെയ്തത്? അപ്പോഴേക്കും സമയം വൈകിയിരുന്നു. 10:30 ആയപ്പോൾ ഞങ്ങൾ ആശുപത്രിയിലെത്തി. ബ്രൂണോ എപ്പോഴത്തെയും പോലെ എന്നെ പൂർണ്ണമായി വിശ്വസിച്ച് എൻ്റെ കൂടെ നടന്നു കയറി. ഡോക്ടർ അവന് മയങ്ങാനുള്ള മരുന്ന് കുത്തിവെച്ചു. അത് പൂർണ്ണമായി ഫലിക്കുന്നതിന് മുൻപ് അവൻ ഒരു തവണ ഛർദ്ദിച്ചു. പിന്നെ അവനെ സർജറി മേശയിലേക്ക് ഉയർത്തിയപ്പോൾ വീണ്ടും ഛർദ്ദിച്ചു. ഇത്തവണ കൂടുതൽ ശക്തിയായി. ശ്വാസം കിട്ടുന്നില്ല. അവൻ വിറയ്ക്കാൻ തുടങ്ങി. വായിൽ നിന്ന് ഉമിനീർ പത പോലെ വന്നു. നെഞ്ച് കിതച്ചു. ശ്വാസം കിട്ടാതെ അവൻ പിടയുകയായിരുന്നു. ഡോക്ടറുടെ മുഖത്ത് ഭയം കണ്ടപ്പോൾ ഞാൻ കാത്തുനിന്നില്ല. അകത്തേക്ക് ഓടിച്ചെന്നു. നിമിഷങ്ങൾക്കകം ഞാൻ അവൻ്റെ അടുത്തെത്തി. അവൻ ദയനീയമായി എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഡോക്ടറുടെ അസിസ്റ്റൻറ്റിനോടൊപ്പം എൻ്റെ കൈകൾ അവൻ്റെ നെഞ്ചിൽ അമർത്തി എണ്ണിക്കൊണ്ട് അവൻ്റെ ഹൃദയത്തിൻ്റെ താളം തിരിച്ചു വരാൻ പ്രാർത്ഥനയോടെ എൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. പക്ഷേ അവൻ കണ്ടത് എൻ്റെ കൈകൾ മാത്രമായിരുന്നു. ഞാൻ മനസ്സിനുള്ളിൽ പ്രാർത്ഥിച്ചു. ആ എണ്ണിക്കൊണ്ടിരുന്ന നിമിഷങ്ങൾക്കിടയിൽ ആ മിനിറ്റുകൾ പോലെ ആയിരുന്നില്ല കടന്നുപോയത്. പിന്നെ പതിയെ പതിയെ അവൻ്റെ ശ്വാസം സാധാരണ നിലയിലേക്ക് വന്നു. വിറയൽ കുറഞ്ഞു. എൻ്റെ കൈകൾക്കടിയിൽ അവൻ്റെ നെഞ്ച് അതിൻ്റെ പഴയ താളം വീണ്ടെടുത്തു. അവൻ്റെ സ്വന്തം താളം. എപ്പോഴാണ് ഞാൻ വീണ്ടും ശ്വസിക്കാൻ തുടങ്ങിയതെന്ന് എനിക്കറിയില്ല. ഒരു പക്ഷേ അവൻ ശ്വസിച്ച അതേ നിമിഷം തന്നെ ആയിരിക്കാം. ആ ദിവസം എൻ്റെ മനസ്സിൽ നിന്നും മായുന്നതേയില്ല. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഞാൻ വരുത്തിയ തെറ്റുകൊണ്ടല്ല. അതെനിക്കിന്നും പൊറുക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും എനിക്ക് പിന്തുടരാൻ പറ്റാത്ത ഒരിടത്ത് നിന്ന് എൻ്റെ ബ്രൂണോ തിരിച്ചു പോരാൻ പോരാടുന്നത് ഞാൻ കണ്ടു എന്നതുകൊണ്ടാണ്. അവൻ തിരിച്ചു വന്നു. ചിലർ പറയും നായ്ക്കൾക്ക് സംസാരിക്കാൻ കഴിയില്ലെന്ന്. പക്ഷേ ആ ദിവസം ഞാൻ ഇനിയും നിന്നെ വിട്ടു പോകില്ല എന്ന് ഏറ്റവും ഉറക്കെ എന്നോട് പറയുന്നത് പോലെ ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങൾക്ക് 1000 നന്ദി പറഞ്ഞുകൊണ്ട്